സതീശിനെയും UDF ഗവൺമെന്റിനെയും വീഴ്ത്താൻ പുതിയ പദ്ധതി, പുതിയ തന്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കോവിന്ദൻ. ആ തന്ത്രം പയറ്റുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സതീശന്. കൂടുതൽ കളിക്കണ്ട, കൂടുതൽ കളിച്ചാൽ നിന്നെ ഞാൻ താഴെ ഇറക്കും. എന്താണ് കോവിന്ദൻ പറയുന്നത്? LDFന്റെ 35 MLA-മാരും രാജിവെച്ചാൽ UDFന്റെ ഭരണം തകരും. അത് ചെയ്യാത്തത് LDFന്റെ രാഷ്ട്രീയ മര്യാദയാണ്. MV കോവിന്ദൻ മാസ്റ്റർ. സഖാക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, ഈ കോവിന്ദൻ എത്ര കാലമാണോ ജീവിക്കുന്നത് അത്രയും കാലം കോവിന്ദനെ തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ട് തുടരാൻ അനുവദിക്കണം നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്നുള്ളതാണ് ആകെ ഒരൊറ്റ അപേക്ഷയുള്ളൂ സഖാക്കളോട്. ഇമാതിരി പൊട്ടൻ ആലോചിച്ച് നോക്ക്, എന്താ പറയുന്നത്? LDFന്റെ 35 MLA-മാരും രാജിവെച്ചാൽ UDFന്റെ ഭരണം തകരും. അത് ചെയ്യാത്തത് LDFന്റെ രാഷ്ട്രീയ മര്യാദയാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. LDF ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന മുന്നണിയുടെ MLA-മാർ രാജിവെച്ചെന്ന് കരുതുക. അപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ചിലപ്പം ഭരണം തകരുമായിരിക്കും. പ്രതിപക്ഷത്തിലെ 35 അല്ല, ഇനിയിപ്പോൾ എത്ര MLA-മാരാണുള്ളത്, അവരെല്ലാവരും രാജിവെച്ചാൽ എങ്ങനെയാണോ ഭരണം തകരുന്നത്? ഇവരെന്തൊരു മന്ദബുദ്ധിയാണ്. ഒന്നില്ലെങ്കിൽ പ്രതിപക്ഷം ഇല്ലാതെ മുന്നോട്ട് പോകും. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. കാരണം രാജിവെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാകും? അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും. അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ട് വീണ്ടും മത്സരിക്കേണ്ടി വരും. ഇനിയിപ്പോൾ CPM-ഉം LDF-ഉം ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുമോ? ഉപതെരഞ്ഞെടുപ്പ് നടക്കും അല്ലേ? അങ്ങനെയാണല്ലോ. അല്ലാതെ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ രാജിവെച്ചത് കൊണ്ട് ഈ പറയുന്ന ഭരണം താഴേക്ക് പോകുന്ന ഒരു പ്രൊസീജിയർ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ എന്തായാലും ഇല്ല. അപ്പം എന്തായാലും ഇത്തരം ഒരു പൊട്ടനെയാണ് ഇവർ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്. ഇന്നലെയാണ് ഓഗസ്റ്റ് 26-നാണ് കോവിന്ദൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. സംഭവം കൊള്ളാം, കളറായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ കോവിന്ദനെ തന്നെ എന്താക്കണം, നിങ്ങൾ ആജീവനാന്തം പാർട്ടി സെക്രട്ടറി ആയിട്ട് തുടരാൻ സഖാക്കൾ അനുവദിക്കണം. നിങ്ങൾക്ക് പറ്റിയ ആളാ, എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണ് കോവിന്ദൻ. മഹാൻ കോവിന്ദൻ സഖാവ്. പേരിലൊക്കെ മാറ്റം വരുത്തണം. മഹാൻ എന്ന് മുമ്പിൽ ചേർക്കണം. കാരണം ഇങ്ങനെ എല്ലാം തികഞ്ഞൊരു വ്യക്തിയൊന്നും അടുത്ത കാലത്തൊന്നും ലോകം എവിടെയും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് മഹാൻ കോവിന്ദൻ സഖാവ് എന്നെങ്കിലും പറയണം അറ്റ്ലീസ്റ്റ്. കാരണം അത്തരം ഒരു പ്രതിഭാശാലിയായ ഒരു വ്യക്തിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ചെയ്തേ മതിയാകൂ അല്ലേ? സംഭവം എന്താണ്? ഞാനിപ്പോൾ ഈ പൊട്ടത്തരം പറഞ്ഞത് പൊട്ടത്തരാണെങ്കിലും കോവിന്ദൻ അത് പറയാൻ പ്രേരിപ്പിച്ച ഘടകം എന്താ? കാരണം അത്രമാത്രം ഒരു വല്ലാത്തൊരു വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 35 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒന്ന് മിണ്ടാൻ പറ്റണ്ടടോ. എന്ത് ചെയ്താലും അബദ്ധമായി മാറുക. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ? പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ആകെ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? വ്യാജങ്ങൾ പടച്ചു വിടുകയാണ് സതീശനെതിരെ. നുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിൽ വേറൊരു കോമഡി കൂടി ഉണ്ട്. ഇവന്മാർ നുണ പറയുക, എന്നിട്ട് സതീശൻ നുണയനാണെന്ന് പറയുക. രണ്ടും ഇവന്മാർ തന്നെ പറയുക. ഇവന്മാരുടെ നുണയാണെങ്കിലോ രാവിലെ പറയുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തിന് പൊളിയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും പറയുന്നത് സതീശൻ നുണയനാ. എന്തേ കാരണം? എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടേ? പോരാത്തതിന് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരിക്കുന്ന പിണറായി വിജയൻ്റെ നേരെ പിന്നിലിരിക്കുന്ന മുഹമ്മദ് റിയാസ്, പിന്നെ പിണറായി വിജയൻ്റെ പാർട്ടി അംഗത്വമില്ലാത്ത ഇത്രയും കാലമായിട്ട് പാർട്ടി അംഗത്വം എടുക്കാത്ത മകൾ വീണ വിജയൻ, അതുപോലെ ഭാര്യ കമല, ഇവരൊക്കെ കഴിഞ്ഞ 10 വർഷക്കാലം ഇവരായിരുന്നു ഈ പറയുന്ന രാജവാഴ്ചയായിരുന്നു, രാജകുടുംബമായിരുന്നു. സർക്കാരും സംവിധാനങ്ങളും എന്ന് പറയുന്നത് ഞങ്ങളാണ് എന്നുള്ള രീതിയിലായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നെന്താ അവസ്ഥ? ഇന്നിപ്പോൾ വിജയനടക്കം മകളും ഭാര്യയും മരുമോനും അടക്കം അഴിയെണ്ണാൻ പോവുക. അപ്പോൾ കോവിന്ദൻ പറയുന്നത് ഞങ്ങൾ രാജിവെക്കും. പിന്നെ പോരാത്തതിന് ഇപ്പോൾ സംഭവം UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 100 ദിവസം ആയിട്ടുള്ളൂ. ഈ 100 ദിവസത്തിൽ
ജനം വലിയ ഹാപ്പിയാണ്. ഓണം വന്നു, ജനങ്ങളെല്ലാവരും അതിലേറെ ഹാപ്പിയായി. കാരണം എന്താ? ആഘോഷം വന്നപ്പോൾ സർക്കാർ ജനത്തോടൊപ്പം നിന്നു, സാധാരണക്കാരനോടൊപ്പം നിന്നു. ആഘോഷിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. സപ്ലൈകോയിലൂടെ എല്ലാ സാധനങ്ങളും സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കി. അങ്ങനെ വലിയ അളവിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾ അതങ്ങ് സ്വീകരിച്ച് ഗോവിന്ദനും പിണറായിയും പറയുന്നൊന്നും കേൾക്കാൻ പോലും ആളില്ല. ഇതാണ് അവസ്ഥ. അവ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഗോവിന്ദൻ ഇങ്ങനെ ഒരു പൊട്ടത്തരം. ഇതിപ്പോൾ ഞാൻ പൊട്ടത്തരം പറയുന്നത് നമുക്കൊരു വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ടെക്നിക്കലി ജനങ്ങൾക്ക് ജനങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കണ്ട. അറ്റ്ലീസ്റ്റ് അവരെ കൺഫ്യൂഷൻ ആക്കാനെങ്കിലും പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ. ഇത് കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല ഇവരെന്തൊരു പൊട്ടനാണോ എന്ന് ജനങ്ങൾക്ക് തോന്നൂലേ. അങ്ങനത്തെ കാര്യമൊക്കെ ഒരു പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിയാണ് വിളിച്ച് പറയണേ. ഈ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇമാതിരി പൊട്ടത്തരാണ് പറയണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എങ്ങോട്ടാണ് പോകുന്നത്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ഗോവിന്ദനെ തന്നെ ആജീവനാന്ത സെക്രട്ടറിയായി പ്രഖ്യാപിക്കണം ഉടനടി. കാരണം ഗോവിന്ദൻ മഹാൻ ഹേ. അതുകൊണ്ട് ഗോവിന്ദൻ എന്താക്കണം? ആജീവനാന്ത സെക്രട്ടറി ആക്കണം. എന്നാലാണ് ഈ പറയുന്ന പാർട്ടി ഭും 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 ആകുള്ളൂ. അതാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഇമാതിരി തോൽവി തോറ്റിട്ട് ഇവറ്റക്ക് ഒന്നിങ്ങനെ തിരിച്ചു വരണം. ഞങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ഒന്നും കൂടി ഇത് പോരാ. ഞാൻ ആകെ പോയി, കയ്യിലുണ്ടായിരുന്നതൊക്കെ പോയി. ഭരണവും പോയി, പാർട്ടിയും പോയി, പാർട്ടി നശിച്ച്, എല്ലാം നശിച്ച്. ഇനി എങ്ങനെയെങ്കിലും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നില്ല ഇവർ. ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചങ്ങായിനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലും ഇരുത്തുമോ? പോരാത്തതിന് CPI-യുമായിട്ട് അടിയോടടി CPI ഉപനേതൃസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കൂല എന്ന് പിണറായിയും, അതില്ലാതെ ഞങ്ങളില്ലാന്ന് CPI-ക്കാരനോ? ആണോ തിരിച്ചു വരാനുള്ള എന്തെങ്കിലും പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് പണിയെടുക്കുന്നതിന് പകരം ഇമാതിരി കാട്ടിക്കൂട്ടിൽ നടത്തുക. പോരാത്തതിനോ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇവൻ്റെ ബുദ്ധി ഇങ്ങനെയാണെന്ന്. ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള 35 ആളും രാജിവെച്ചാൽ എങ്ങനെയാണ്? എങ്ങനെയാണ്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അതൊരു എന്താ പറയേണ്ടത്, പ്രൊസീജിയർ വൈസ് ടെക്നിക്കലി സിസ്റ്റമാറ്റിക്കലി അത് ശരിയില്ല. അങ്ങനത്തെ ഒരു സംഭവമേ ഭരണഘടനയിലില്ലല്ലോ. പ്രതിപക്ഷം രാജിവെച്ചത് കൊണ്ട് സർക്കാർ പിരിച്ചുവിടുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഒരു റൂള്, അങ്ങനെ ഒരു നിയമം ഭരണഘടനയിലില്ല, ഈ രാജ്യത്തില്ല. അവിടെയാണ് ഞങ്ങൾ രാജിവെക്കും, അത് ഞങ്ങൾ രാജിവെച്ചാൽ നിങ്ങളെ ഭരണം പോകുന്നത്. എന്തൊരു ഈ പൊട്ടത്തരം പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക. അതാണല്ലോ പരിപാടി. ഇപ്പോൾ വ്യാജങ്ങൾ പടച്ചു വിടുക. രാവിലെ ഇറങ്ങുക സഖാക്കൾ, എന്നിട്ട് സൈബർ സഖാക്കൾ വ്യാജങ്ങൾ ഇങ്ങനെ പടച്ചു വിടുക. എന്താ കാരണം? സതീശനെതിരെ വേറെന്തെങ്കിലും വേണ്ടടോ? നുണ പറഞ്ഞിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഞങ്ങളൊക്കെ പ്രതിപക്ഷം ഇവിടെ ഉണ്ട് ജീവനോടെ എന്ന് തെളിയിക്കാൻ വേണ്ടി കുറേ നുണകൾ ഇങ്ങനെ ഉണ്ടാക്കി വിടുക. ഇതാണ് അവസ്ഥ. കൃമികീടങ്ങൾ നുണകൾ പടച്ചു വിടുന്നു, വ്യാജങ്ങൾ പടച്ചു വിടുന്നു. സംസ്ഥാന സെക്രട്ടറി മഹാപൊട്ടനായിട്ട്, എൻ്റെ സംശയം ഇനി പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? അങ്ങനെയുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് നമുക്കിത് കൺഫ്യൂഷൻ മാറണമെങ്കിൽ എന്താക്കണം? സെക്രട്ടറിയെ ഒന്ന് നേരിട്ട് കിട്ടണം. എനിക്ക് തോന്നുന്നത് ഗോവിന്ദൻ ഈ പരിപാടി മടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ചു പറയോ? അപ്പോൾ ഗോവിന്ദൻ കരുതുന്നുണ്ടാവും ചിലപ്പോൾ ഇനി പൊട്ടത്തരം പറഞ്ഞിട്ടെങ്കിലും എന്നെ ഇവറ്റകൾ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തന്നിട്ടുണ്ടെങ്കിൽ എന്ന് കരുതിയിട്ടായിരിക്കണം ചിലപ്പോൾ ഇങ്ങനെ പൊട്ടത്തരം പറയുന്നത്. എന്തായാലും ഞാൻ പറയുന്നത് ഗോവിന്ദനെ തന്നെ ആജീവനാന്ത കാലം സെക്രട്ടറി ആയി തുടരാൻ സഖാക്കൾ അനുവദിക്കണം. അങ്ങനെ ഒരു പ്രഖ്യാപനം അങ്ങോട്ട് നടത്തുക. ആജീവനാന്ത സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ ഇനി എത്ര കാലമാണോ ജീവിച്ചിരിക്കുന്നത് അത്രയും കാലം പാർട്ടി സെക്രട്ടറി കസേരയിൽ ഗോവിന്ദനാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം. പിന്നെ ഗോവിന്ദൻ സഖാവ് മരിച്ചതിന് ശേഷമല്ലേ, അതപ്പം നോക്കാം അല്ലേ. നമ്മൾ അങ്ങനെ ഒരാളുടെ ആയുസിനെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഗോവിന്ദൻ സഖാവിൻ്റെ മനസ്സിൽ എന്തായാലും ഞാനിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മരിക്കും എന്നൊന്നല്ലല്ലോ ഉള്ളത്. ഞാൻ ഇനിയും ഒരുപാട് കാലം ജീവിക്കും എന്നാണല്ലോ. അപ്പോൾ ആ നിലക്ക് ആജീവനാന്ത സെക്രട്ടറി ആയിട്ട് ഗോവിന്ദൻ മഹാനെ
വാഴിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു അപേക്ഷയാണിത് സഖാക്കളോടുള്ളത്.